ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഒരു ഉച്ചക്കത്തെ വ്ളോഗാണ് എടുത്തിരിക്കുന്നത്. ഉച്ചയ്ക്ക് എൻ്റെ കുറച്ച് കറികളും കുറച്ച് വിശേഷങ്ങളും ഒക്കെ ആയിട്ടാണ് ഇന്നത്തെ വ്ളോഗിൽ. ഇപ്പോൾ രാവിലത്തെ കാപ്പൂടിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് അടുക്കളയൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് പോയി കുറച്ച് നേരം ഇരുന്ന് അത് കഴിഞ്ഞാണ് ഉച്ചക്കത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി കയറിയത്. അപ്പോൾ കുട്ടികൾക്ക് അവധി ആയതുകൊണ്ട് തന്നെ ഞാൻ എല്ലാ അവരുടെ ഇഷ്ടങ്ങൾക്കാണ് വിട്ടു കൊടുക്കുന്നത്. അപ്പം ചോറ് ഇപ്പോൾ അപ്പുറം വിറകടുപ്പിൽ ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോസ് ഞാൻ എടുക്കാത്തത്, അതിപ്പോൾ പാർട്ടീഷൻ ചെയ്തതിൻ്റെ അപ്പുറത്താണ് വിറക് കത്തിക്കുന്ന കിച്ചണുള്ളത്. അപ്പോൾ അവിടെ നമുക്ക് വെട്ടക്കുറവായതുകൊണ്ട് ക്ലാരിറ്റിയിൽ വീഡിയോ കിട്ടത്തില്ല. അപ്പോൾ അതാണ് ഞാൻ ചോറിടുന്നതിൻ്റെ വീഡിയോസൊന്നും കാണിക്കാത്തത്. അപ്പോൾ കറികളൊക്കെ വെക്കാവേ. അപ്പോൾ അതേ അതിന് മുമ്പ് ഞാനൊരു സാധനം കാണിച്ചു. ഇപ്പോൾ ഇത് ഇന്നലെ മേടിച്ചതാണ് ഈ ഭരണി എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു വീക്ക്നെസ്സാണ്. അത് എവിടെ പോകുന്ന വഴിക്ക് ഞാനത് കണ്ടാൽ അപ്പോൾ വണ്ടി നിർത്തി അത് മേടിക്കുക. എനിക്ക് എന്താണെന്നുള്ളത് ഇതുപോലത്തെ ക്യൂട്ട് ഭരണിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് നല്ലൊരു കളർ കോമ്പിനേഷനാണ്, നല്ല രസമുണ്ട്. അതുപോലെ തന്നെ ഇതും കഴിഞ്ഞ ദിവസം മേടിച്ചൊരു ക്യൂട്ട് ഭരണിയാണ്. ഇപ്പോൾ ഇതിലൊന്നും ഇട്ട് വെച്ചിട്ടില്ല. അപ്പോൾ അതൊന്ന് കഴുകി ക്ലീൻ ചെയ്തിട്ടൊക്കെ ഓരോന്നൊക്കെ ഇട്ട് വെക്കണേ. സ്പൈസി ഐറ്റംസൊക്കെ ഇട്ട് വെക്കാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇന്ന് അവിയൽ വെക്കാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എൻ്റെ കയ്യിൽ എല്ലാ പച്ചക്കറിയൊന്നും ഇല്ല. അപ്പോൾ ഉള്ള പച്ചക്കറിയെല്ലാം വെച്ചിട്ടൊരു അവിയൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അവിയൽ എൻ്റെ മോൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ അവിയലിന് കൂട്ടങ്ങളെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. എല്ലാം ഏതാണ്ട് ഒരേ വലിപ്പത്തിലാണ്. എല്ലാവരും പറയുമല്ലോ അവിയലിന് ഏതാണ്ട് എല്ലാം ഒരേ വലിപ്പത്തിലായിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാം ഒരേ വലിപ്പത്തിൽ തന്നെ അരിഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്തിനാണ് ഇത്രയും വലിയൊരു പാത്രം? ഈ പാത്രം കഴിഞ്ഞ ദിവസം മേടിച്ചതാണ്. അപ്പോൾ ഇത് ഇന്നാണ് ഞാനിത് ഉപയോഗിക്കാൻ എടുത്തത്. അപ്പോൾ അത് നിങ്ങളെ കൂടെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ച്. പിന്നെ ഞാനിതൊക്കെ കുക്കറിൻ്റെ അകത്താണ് വെക്കുന്നത്. കുക്കറെ വെക്കുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ ആയിക്കോളുമല്ലോ. അപ്പോൾ ഒരു 2-3 വിസിലടിക്കുമ്പോൾ തന്നെ പച്ചക്കറിയൊക്കെ വെന്ത് കിട്ടും. അപ്പോൾ നമ്മൾ കുക്കറിൻ്റെ അകത്താണ് വെക്കുന്നത്. അപ്പോൾ പച്ചക്കറിയെല്ലാം ഇട്ട് അതിലേക്ക് പച്ചമുളകും കീറി ഉപ്പും ഇട്ട് ലേശം മുളക് പൊടിയും, പിന്നെ ഞാൻ തൈരാണ് ഒഴിക്കുന്നത്. മാങ്ങ ഇട്ട് കൊടുക്കുന്നില്ലേ. മാങ്ങ ഒരു പുളിക്ക് വേണ്ടി തൈരാണ് ഉപയോഗിക്കുന്നത്. പിന്നെ പച്ചമുളക് 2 എണ്ണം ഇട്ട് കൊടുത്തിട്ടുള്ളൂ. വേറൊന്നുമല്ല, നല്ല എരിവുള്ള പച്ചമുളക്. പിന്നെ എൻ്റെ കുട്ടികൾക്ക് അധികം എരിവ് വേണ്ട, അതുകൊണ്ട് തന്നെ 2 പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പം ഇതെല്ലാം കൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് അടുപ്പിൽ വെച്ചൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അത് അടുപ്പിൽ ഇരുന്ന് വേകുന്ന സമയം കൊണ്ട് അതിനാവശ്യമായിട്ടുള്ള അരപ്പൊക്കെ റെഡിയാക്കാം. അതിന് തേങ്ങയും ചെറിയ ജീരകവും മഞ്ഞൾപ്പൊടിയും മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. അതെല്ലാം ഒന്ന് മിക്സിയിലിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് അരച്ചാൽ മതി. ഒരുപാട് അങ്ങ് അരിഞ്ഞു പോകണ്ട, ജസ്റ്റ് ഒന്ന് ചതയ്ക്കുന്ന മാതിരി ഒന്ന് അരച്ചെടുക്കും. എന്നിട്ട് അരപ്പ് അതിലേക്ക് ചേർത്ത് കൊടുക്കുവേ. ഞാൻ മക്കൾ വീട്ടിൽ നിൽക്കുന്ന ദിവസം അവർ ഇഷ്ടത്തിനുള്ള കറികളെ വെച്ച് കൊടുക്കത്തുള്ളൂ. വേറൊന്നുമില്ല, അവർ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ഫുഡ് കഴിക്കാനൊന്നും അവർക്ക് ടൈം കിട്ടില്ല. അപ്പോൾ സ്കൂളിൽ ഫുഡ് കൊണ്ടുപോയാൽ തന്നെ അവർ ഉച്ചയ്ക്ക് അതൊന്നും നേരാവണ്ണം കഴിക്കുമെന്നില്ല. ഇപ്പോൾ എൻ്റെ മോളെ സംബന്ധിച്ച് അവൾ കൊണ്ടുപോകുന്ന ഫുഡ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് മാത്രമേ അവൾ ഉച്ചയ്ക്ക് കഴിക്കാൻ കൊണ്ടുള്ളൂ. അപ്പോൾ അത് ഇപ്പം എത്ര എണ്ണം കൊടുത്തു വിട്ടെന്ന് വെച്ചാൽ ഒരെണ്ണം, അതിൽ കൂടുതലൊന്നും കഴിക്കില്ല. അപ്പോൾ ഫുഡിങ്ങൊക്കെ വളരെ പുറകോട്ടാണ്. പിന്നെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ട്യൂഷനും കാര്യങ്ങളും പഠിക്കാനും ഒരു കുന്ന് കാണും എഴുതാൻ. അപ്പോൾ ഫുഡൊന്നും നേരാവണ്ണം കഴിക്കാൻ ടൈമേ കിട്ടത്തില്ല. അപ്പോൾ അവർ വീട്ടിൽ നിൽക്കുന്ന ദിവസം അവരുടെ ഇഷ്ടത്തിന് വെച്ച് കൊടുക്കാനാണ് എൻ്റെ പരിപാടി. അപ്പം ഞാൻ അതിൻ്റെ കൂടെ കോവയ്ക്ക മെഴുക്കുവരട്ടി വെക്കാമെന്ന് വിചാരിച്ചു. കോവയ്ക്കയൊക്കെ നല്ല നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അവിയൽക്കൂട്ടെല്ലാം ഇവിടെ വെന്ത്, ഇനി അതിലേക്ക് അരപ്പെല്ലാം കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാമെന്ന് വിചാരിച്ച്. കുക്കറിലായതുകൊണ്ട് തന്നെ പെട്ടെന്ന് റെഡിയായേ. ഇന്ന് രാവിലെ കാര്യമായിട്ടൊന്നും ഉണ്ടാക്കിയില്ലേ. മക്കൾക്ക് മാഗി മതിയെന്ന് പറഞ്ഞു. ഇന്ന് മാഗി കൊണ്ടാണ് ഒപ്പിച്ചത്. അപ്പോൾ ഉച്ചയ്ക്ക് നല്ല വിഭവസമൃദ്ധമായി അവർക്ക് ഇഷ്ടപ്പെട്ട കറികൾ കൂട്ടി കൊടുക്കാമെന്ന്. അപ്പോൾ രാവിലെ എണീച്ച് വന്നപ്പോൾ തന്നെ ഞാൻ ചോദിച്ചു ഇന്ന് ഉച്ചക്കത്തേന് എന്താ വേണ്ടതെന്നൊക്കെ. അപ്പോൾ ഇന്ന കറികളൊക്കെ വേണമെന്ന് പറഞ്ഞ്. അപ്പോൾ അതൊക്കെ വെച്ച് കൊടുക്കാമെന്ന് ഓർത്തു. നമ്മുടെ വീട്ടിൽ നമ്മുടെ കൂടെ നിൽക്കുമ്പോഴല്ലേ അവർക്ക് അവരുടെ ഇഷ്ടത്തിനുള്ള ഫുഡ് കഴിക്കാനായിട്ട് പറ്റുന്നത്. സ്കൂളിലൊന്നും പോയാൽ ഈ പഠിത്തമൊക്കെ ആയിട്ട് ബിസിയെന്ന് വെച്ച് വലിയ പഠിപ്പികളാണെന്നല്ല പറയുന്നത്. എന്നാലും ഒരുപാട് എഴുതാനും ട്യൂഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് അവർ ഭയങ്കര ബിസി. അവർക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ സമയമില്ല, ഉച്ചയ്ക്ക് കഴിപ്പ് നേരാവണ്ണം നടക്കത്തില്ല. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഇതാണ്. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ളപ്പോൾ അവരുടെ ഇഷ്ടത്തിന് ഈ 2 മാസം അവരുടെ ഇഷ്ടത്തിനുള്ള ഫുഡുകളാണ് ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്നത്. അപ്പോൾ അവൾ പറഞ്ഞതനുസരിച്ചാണ് ഞാൻ ഇന്ന് ഫുഡൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ അവിയലൊക്കെ ഏതാണ്ട് സെറ്റായിട്ടുണ്ടെങ്കിൽ നമുക്ക് കോവയ്ക്ക മെഴുക്കുവരട്ടി വെക്കാനിട്ട് അത് അടുപ്പിലേക്ക് വെക്കാവേ. കോവയ്ക്ക ഇവിടെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള സാധനമാണ്. മെഴുക്കുവരട്ടിയാണ്. എൻ്റെ മോക്കാണെങ്കിലും തോരൻ വെക്കുന്നതിനെക്കാട്ടും കൂടുതൽ ഇഷ്ടം മെഴുക്കുവരട്ടി വെക്കുന്നതാണ്. അതുകൊണ്ട് കോവയ്ക്ക മെഴുക്കുവരട്ടി വെക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ പിന്നെ ഇന്നലത്തെ ബീഫ് റോസ്റ്റൊക്കെ ഇരിപ്പുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ സൈഡായിട്ടാണ് ഈ കറികളൊക്കെ. ഞാൻ ആസ്വദിച്ച് ചെയ്യുന്ന ഒരു കാര്യമാണ് കുക്കിങ്. എനിക്ക് കുക്ക് ചെയ്യാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. എനിക്കൊരു മടിയില്ല. എത്ര കൂട്ടം വേണമെങ്കിലും കറികളൊക്കെ ഉണ്ടാക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കുക്കിങ്, ക്ലീനിങ് ഇതൊക്കെ ഞാൻ ഭയങ്കര എൻജോയ് ചെയ്ത് ചെയ്യുന്നൊരു കാര്യമാണ്. രാവിലെ എഴുന്നേറ്റാൽ തന്നെ എനിക്കിഷ്ടപ്പെട്ട പാട്ടുമൊക്കെ വെച്ചുകൊണ്ടാണ് ഞാൻ കുക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് എനിക്ക് കുക്കിങ് ബോറടിക്കാറില്ല. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ വീഡിയോ എടുക്കുന്നു. മക്കളുടെ ഇഷ്ടത്തിനുള്ള ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുത്ത് അവരത് സന്തോഷമായിട്ട് കഴിക്കുന്നത് കാണുമ്പോൾ തന്നെ നമുക്കൊരു വലിയ സന്തോഷമല്ലേ അല്ലേ. മാതാപിതാക്കൾക്ക് മക്കളുടെ സന്തോഷമാണല്ലോ ഏറ്റവും വലുത്.
അതുകൊണ്ട് ഞാൻ ഈ 2 മാസവും അവരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് എല്ലാ കാര്യവും ചെയ്തു കൊടുക്കുന്നത്. ജ്യൂസുകളാണേലും ഷേക്കാണേലും എല്ലാം അവരെന്ത് പറയുന്നു അത് എന്നെക്കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. അതാണ്. കാരണം നമ്മുടെ അടുത്ത് നിൽക്കുമ്പോഴല്ലേ നമുക്കവർ കൂടുതൽ കെയർ ചെയ്യാൻ പറ്റൂ. സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ ഒരു കെയറിങ്ങും കാര്യങ്ങളും ഒന്നും നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റത്തില്ല. എവിടെയെങ്കിലും പോകാനോ ഒന്നും നമുക്ക് പറ്റത്തില്ല. കാരണം അവർ പഠിത്തമായിട്ടൊരു മൂലയിലേക്ക് കാര്യത്തിൽ അവർ ബിസി ആയിരിക്കും. പിന്നെ അവർ ഫുഡ് കഴിക്കാൻ പോലും ടൈമില്ലാത്ത കാരണം ഈ ഒരു ടൈമാണ് നമ്മുടെ കൂടെ കൂടുതൽ അവർ സ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ അത് അവർക്ക് വേണ്ടി നമുക്ക് ചിലവഴിക്കുക. അവർക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് കൊടുക്കുക, അവരെ ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളിൽ കൊണ്ടുപോകാൻ പറ്റുന്നിടത്തൊക്കെ കൊണ്ടുപോവുക. അങ്ങനെ അവർക്ക് വേണ്ടി ആ സമയം നമ്മൾ സ്പെൻഡ് ചെയ്യുക. ഇപ്പോൾ സംസാരത്തിനൊരു അവിയലിൻ്റെ കാര്യം പറയാൻ വിട്ടുപോയി. അവിയലിൻ്റെ കൂട്ടങ്ങളെല്ലാം എടുത്ത് അതിലേക്ക് അരപ്പെല്ലാം ചേർത്ത് കഴിഞ്ഞ് ഒന്ന് ചെറുതീയിലൊന്ന് ചൂടാക്കി, പിന്നെ അതിലേക്ക് ഞാൻ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി മൂടി വെച്ച്. അപ്പോൾ എൻ്റെ അവിയൽ സെറ്റായി. പിന്നെ മെഴുക്കുവരട്ടിക്കുള്ള കോവയ്ക്ക ഏതാണ്ട് ഇവിടെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ അത് വെന്ത് കഴിയുമ്പോൾ അതിലേക്കും ശേഷം മുളക് പൊടി ചേർത്ത് അതും ഓക്കെ ആയി. ഇനി ഒരു മാങ്ങ ചമ്മന്തി അരയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നല്ല പുളിയുള്ള മാങ്ങയായതുകൊണ്ട് കുറച്ച് മാങ്ങ മാത്രമേ എടുത്തിട്ടുള്ളൂ. പകുതിയുടെ പകുതി അത്രയും ഞാൻ എടുത്തുള്ളൂ. നല്ല പുളിയുള്ള മാങ്ങയാണ്. അപ്പോൾ അതും എൻ്റെ മക്കളുടെ ഫേവററ്റാണ്. മക്കളുടേന്ന് മാത്രമല്ല, എൻ്റെ ചമ്മന്തി ഇഷ്ടപ്പെടാത്ത ആരുമില്ല. ചമ്മന്തി എല്ലാവരുടെയും ഫേവററ്റാണെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇവിടെ മിക്ക ദിവസവും മാങ്ങ ചമ്മന്തി അല്ലെങ്കിൽ ചുട്ടടിച്ച മുളക് ചമ്മന്തി ഇതൊക്കെ മസ്റ്റായിട്ട് കാണും. അപ്പോൾ ഇന്ന് മാങ്ങ കിട്ടിയോ മാങ്ങ ചമ്മന്തി അരയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ മാങ്ങ ചമ്മന്തി അരയ്ക്കാനുള്ള മാങ്ങയെല്ലാം ഇവിടെ സെറ്റാക്കി എല്ലാം നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നേരത്തെ തന്നെ ജോലികളെല്ലാം ഇന്ന് ഒതുക്കുന്നുണ്ട്. ഇന്നിപ്പോൾ രാവിലെ എണീറ്റ് നമുക്ക് കാര്യമായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കാൻ ഞാൻ മാഗിയായിരുന്നു ഉണ്ടാക്കി. അപ്പോൾ രാവിലെ തന്നെ എൻ്റെ ജോലികളെല്ലാം ഏതാണ്ടൊക്കെ റെഡിയായി. ഇനിയിപ്പോൾ രാവിലെ തന്നെ എല്ലാ ജോലി ഒതുങ്ങി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വീഡിയോ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് എൻ്റെ സമയം കണ്ടെത്താമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരേ ഇരിപ്പിൽ സമയം കളയാതെ അടുക്കളയെന്ന് ഒരേ ഇതിൽ തന്നെ എല്ലാം ഉണ്ടാക്കിയെടുക്കുവാണ്. അപ്പോൾ കോവയ്ക്കയും സെറ്റായിട്ടുണ്ട്, മാങ്ങാ ചമ്മന്തി സെറ്റായിട്ടുണ്ട്, അവിയലും സെറ്റായിട്ടുണ്ട്. പിന്നെ അതിന് കൂടെ തന്നെ ഞാൻ പപ്പടം പൊരിച്ചിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ലേ. അടുക്കളയിലെ ജോലികളെല്ലാം ഒതുങ്ങി. ഇനിയിപ്പോൾ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെയുള്ളേ. അപ്പം പിന്നെ എനിക്കും കുട്ടികൾക്കും ദാഹിച്ച് അപ്പം വെള്ളം എത്ര കുടിച്ചാലും മതിയാകത്തില്ല. അപ്പോൾ ഇന്ന് ഞാൻ മാംഗോ ജ്യൂസ് അടിച്ചിരിക്കുന്നത്. അപ്പോൾ മാംഗോ എടുത്ത് ജ്യൂസ് അടിച്ച് ഞാനും മക്കളും കുടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ മാങ്ങ ജ്യൂസൊക്കെ അടിച്ച്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. നിങ്ങൾക്ക് ഈ കുട്ടി വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ എൻ്റെ ചാനൽ സബ് ചെയ്യാത്തവരൊന്ന് സബ് ചെയ്തേക്കുക. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ ബൈ.